ചോദ്യം: അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഏത്? ഇവിടെ ആക്ഷേപം, നിന്ദനം, പരിഭവം, പരിവാദം. ഇവിടെ ഉത്തരം സി ആണ്, പരിഭവം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീതമായി വരുന്ന പദം ശിഥിലം. വിറ്റു എന്ന പദം പിരിച്ചെഴുതുക. ബില് പ്ലസ് തു. വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലി ഏത്? ഉമ്മാക്കി കാട്ടുക. താഴെ കൊടുത്തവയിൽ നപുംസകലിംഗം അല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ കുളം, കവിൾ, കാട്, കാള. ഇവിടെ ഉത്തരം ഡി ആണ്, കാള. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം മകളുടെ ഭർത്താവ്. ശരിയായ പദം ഏത്? വിഡ്ഢിത്തം. ഇവിടെ ഉത്തരം സി ആണ്, വിഡ്ഢിത്തം. തെറ്റായ വാക്യം ഏത്? ഓരോ കടതോറും കയറി ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെ തെറ്റായ വാക്യം. ഓപ്ഷൻ ബി, ഓരോ കടയിലും കയറി ഇറങ്ങി, കടതോറും കയറി ഇറങ്ങി, കടയിൽ കയറി ഇറങ്ങി. മറന്നുപോയി. ഇതിലെ അടിവരയിട്ട പദം പോയി. അനുപ്രയോഗമാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടുത്ത ചോദ്യം: പദജോഡികളിൽ രണ്ടും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ്, സ്വപരിശ്രമം, സ്വയം പരിശ്രമം. താഴെ കൊടുത്തവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏത് വാക്യത്തിലാണ് ഉള്ളത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, അയാൾ മരത്തിൽ നിന്ന് വീണു. ജാമാതാവ് ഈ പദത്തിൻ്റെ അർത്ഥമെന്ത്? മകളുടെ ഭർത്താവ്. ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം വരുന്ന പദജോഡി തിരഞ്ഞെടുക്കുക. നികൃഷ്ടം, അപകൃഷ്ടം. അർത്ഥത്തിൽ സാമ്യമുള്ള പദജോഡി കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ്, ഉന്മൂലനം, ഉന്മാർജനം. ഗുരു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ഗുർവി. ഗുരുവി എന്നുള്ളതാണ് ഗുരു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. സുഷുപ്തി. ഈ പദം എങ്ങനെ ഘടകങ്ങളായി പിരിക്കാം? ഓപ്ഷൻ സി ആണ് ഉത്തരം, സു പ്ലസ് സുപ്തി എന്നാണ് ഉത്തരം. രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദമേത്? ഇവിടെ ഓപ്ഷൻ ബി ആണ്, വസതി. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായത് ഏതല്ല? വൈരൂപ്യം, വൈരൂപ്യത, വിരൂപത. ഇവിടെ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് ശരി. വൈരൂപ്യം, വിരൂപത. കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. അരിഷ്ടം, കരടം, മൗഗലി. കരി. ഇവിടെ ഉത്തരം ഡി ആണ്, കരി ആണ് ഉത്തരം. അതായത് അരിഷ്ടം, കരടം, മൗഗലി ഇതൊക്കെ കാക്കയുടെ പര്യായങ്ങൾ പെടുന്നതാണ്. പെടാത്തത് കരി. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയേത്? 10 മാങ്ങകൾ, 8 ദിക്ക്, 5 രൂപകൾ, 1000 സ്ത്രീകൾ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 8 ദിക്ക്, 1000 സ്ത്രീകൾ. ഇതാണ് ഉത്തരം. ചേർത്തെഴുതുക. തൻ പ്ലസ് താർ, തണ്ടാർ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ല് നൽകുന്ന സന്ദേശം എന്ത്? ദുഷ്പ്രവർത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. എതിർലിംഗം എഴുതുക. വിദ്വാൻ, വിദൂഷി. ശൈലി വ്യാഖ്യാനിക്കുക. അജഗളസ്തനം, അനാവശ്യമായിട്ടുള്ളത്.
സമാന പദങ്ങൾ ഏതൊക്കെ? അഭിലാഷം, കാംക്ഷ, കൽപ്പന, ആഗ്രഹം. ഇവിടെ ഉത്തരം ബി ആണ്. 1, 2, 4. 1, 2, 4. അതായത് അഭിലാഷം, കാംക്ഷ, ആഗ്രഹം. ശരിയായ വാക്യം കണ്ടെത്തുക. ഇവിടെ ഉത്തരം ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണക്കത്ത് നൽകുകയും ചെയ്തു. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ്, വിഡ്ഢിത്തം. സന്ധി ഏത്? ആ പ്ലസ് അൻ, അവൻ. ആഗമസന്ധി. ഒറ്റപ്പദമാക്കുക. പ്രഥമമായി ഗണിക്കേണ്ടവൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രഥമ ഗണനീയൻ. അടുത്ത ചോദ്യം, അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കണ്ടെത്തുക. ഇവിടെ ഉത്തരം ഡി ആണ്. 2 കാര്യം ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കുക. വിപരീത പദം എഴുതുക. ഹ്രാസം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, വികാസം. സമപ്രാധാന്യമുള്ള 2 വാക്യങ്ങളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ഭിത്തിക. താഴെ കൊടുത്തവയിൽ ലജ്ജയുടെ പര്യായ പദമല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്രതു. അങ്ങനെയെങ്കിൽ ലജ്ജയുടെ പര്യായമായി വരുന്നത് വ്രീള, മന്ദാക്ഷം, ത്രപ. അടുത്ത ചോദ്യം, കോഴി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് ലിംഗ വിഭാഗത്തിൽപ്പെടുന്നു? ഉഭയലിംഗം. ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ ബി ആണ്, സർവസ്വം. താഴെ കൊടുത്ത പദങ്ങളിൽ നിന്നും ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഉത്തരം ബി ആണ്, ഘാതകൻ. പിരിച്ചെഴുതുക. ബിണ്ടലം. ബിൻ പ്ലസ് തലം. സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ സമർപ്പണം എന്നുള്ളതാണ് ഉത്തരം. എതിർലിംഗം ഏത്? ദാതാവ്, ദാത്രി. ബഹുവചന രൂപമേത്? ഇവിടെ ഓപ്ഷൻസ് നമ്പ്യാർ, ചാക്യാർ, നമ്പ്യാർമാർ, നമ്പ്യാന്മാർ. ഇവിടെ ഉത്തരം ഡി ആണ്, നമ്പ്യാന്മാർ ആണ് ഉത്തരം. ചേർത്തെഴുതുക. വിദു പ്ലസ് ആഗമനം, വിദ്വാഗമനം. പര്യായ പദം തിരഞ്ഞെടുത്തെഴുതുക. ചക്രവർത്തി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സമ്രാട്ട്. സമാന പദം ഏത്? സസ്നേഹം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, സവിനയം. പത്തനം തുല്യാർത്ഥമുള്ള പദം ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, പട്ടണം. പിരിച്ചെഴുതുക. സതീച്ഛ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, സതി പ്ലസ് ഇച്ഛ. വിപരീത പദം ഏത്? ഊഷരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഊർവരം. അടുത്ത ചോദ്യം, പെങ്ങൾ എന്ന പദം
പിരിച്ചെഴുതുന്നത് എങ്ങനെ? പെൺ പ്ലസ് കൾ ആണ് പെങ്ങൾ. ദൂലകം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? വിഷം ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ കിണറിൻ്റെ പര്യായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രഹി. മിടുക്കൻ എന്ന പദം ഏത് വചന ഭേദകത്തിൻ്റെ ഉദാഹരണമാണ്? അലിംഗ ബഹുവചനം. ശ്രദ്ധയോട് കൂടിയവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ശ്രാദ്ധൻ. മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, താൽക്കാലികമായ ഏർപ്പാട്. അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയർസ് ദ ക്രൗൺ എന്നതിൻ്റെ മലയാള പരിഭാഷ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഉത്തരം സി ആണ്. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ദീർഘകണ്ഠരം. താഴെ പറയുന്നവയിൽ കിണറിൻ്റെ പര്യായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രഹി. മിടുക്കർ എന്ന പദം ഏത് വചന ഭേദത്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനം. ശ്രദ്ധയോട് കൂടിയവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ശ്രാദ്ധൻ. മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? താൽക്കാലികമായ ഏർപ്പാട്. അടുത്ത ചോദ്യം, അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ എന്നതിൻ്റെ മലയാള പരിഭാഷ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ദീർഘകണ്ഠരം. അടുത്ത ചോദ്യം, ശരിയായ പദം എഴുതുക. സ്രഷ്ടാവാണ് ഉത്തരം, ഓപ്ഷൻ സി. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റ പദമേത്? അക്ഷന്തവ്യം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏത്? ഓപ്ഷൻ സി, കുട്ടിക്കൃഷി. മൺകലം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വാമികൾ. ലോപം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. കുറവ് എന്നാണ് ഉത്തരം. ലോപം, കുറവ്. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. നേതാവ്, നേത്രി. അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏത്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. വാണി. ശരിയായ പിരിച്ചെഴുത്ത് ഏത്? തിരുവാതിര. തിരു പ്ലസ് ആതിര, തിരുവാതിര. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻ ബി ആണ്, നിശബ്ദത. അടുത്ത ചോദ്യം, കുറുക്കൻ്റെ പര്യായ പദമല്ലാത്തതേത്? ഇവിടെ ജംബുകം, ഊളൻ, കുറുനരി, കാണ്ടൻ. ഇവിടെ ഉത്തരമായി വരുന്നത് ഡി ആണ്, കാണ്ടൻ.
മക്കത്തായം പിരിച്ചെഴുത്ത്. മകൾ പ്ലസ് തായം ആണ് മക്കത്തായം. അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ടർത്ഥമാക്കുന്നത് കൈ വിരലിൽ എണ്ണാവുന്നത്രേ. കൈവിരലിൽ എണ്ണാവുന്നത്രേ. മതം സമാന പദം കണ്ടെത്തുക. ഡംഭം. ക്യുവർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വിചിത്ര മനുഷ്യൻ. വിചിത്ര മനുഷ്യൻ. ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ദ. ഒറ്റപ്പദം എഴുതുക. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ. പിപടിഷു. വിപരീത പദം എഴുതുക. ജാഗ്രത സുഷുപ്തി. ജാഗ്രത സുഷുപ്തി. എതിർലിംഗമില്ലാത്ത പദം കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്, കന്യക. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതല്ല? കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉമാണ് ശരി. അതായത് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. തെറ്റില്ലാത്ത പദം ഏതല്ല? ഇവിടെ കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം. ക്രീഡ, കാഠിന്യം. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 1 മാത്രം ശരി. ചലത് പ്ലസ് ചിത്രം. തിന്നുന്നത് തീരും, കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 2 മാത്രമാണ് ശരി. ദാനത്തിൻ്റെ മഹാത്മ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം. അതായത് ലളിതം, മൃദു. കഠിനത്തിന് വിപരീത പദം ലളിതം, മൃദു. കടൽ പര്യായ പദമല്ലാത്തത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4 മാത്രം. നിമ്നക ആണ് ഉത്തരം. അപ്പോൾ കടലിൻ്റെ പര്യായമായി വരുന്ന വാക്കുകൾ പാരാവാരം, അർണവം, ആഴി. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. അതായത് ഉരുളയ്ക്ക് ഉപ്പേരി, പകരത്തിന് പകരം. ഗ്രഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി വരാവുന്നവ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗ്രഹിണി. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ കടകപദം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. എങ്കിലും. ഇവിടെ കടകപദമായി വരുന്നത് എങ്കിലും. സൃഷ്ടി നടത്തുന്നവൻ. ഒറ്റ വാക്കാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. സ്രഷ്ടാവ്. സ്രഷ്ടാവാണ് ഉത്തരം. ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ്
അവധൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ, അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ആണ് വമ്രി. വിപരീത പദം എഴുതുക. രസം നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക. യാചകൻ എതിർലിംഗം എഴുതുക. ഓപ്ഷൻ സി ആണ് യാചകി. സലിംഗ ബഹുവചനമേത്? മിടുക്കന്മാർ. പിരിച്ചെഴുത്ത്. ഇന്നി. ഇ പ്ലസ് നീ ആണ് ഇന്നി. ശരിയായ രൂപമേത്? ജീവശവം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജീവശവം എന്നുള്ള ഉത്തരം. സഹിതം. വിപരീത പദം രഹിതം. പറയുന്ന ആൾ. ഒറ്റപ്പദമേത്? വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ. സമാനമായ മലയാള ശൈലി കരിങ്കാലി. ജലം പര്യായപദമേത്? അപ്പ് ആണ് ഉത്തരം. കണ്ടു പിരിച്ചെഴുത്ത്. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നക്ഷത്രമെണ്ണിക്കുക. ആ പ്ലസ് കാലം ചേർത്തെഴുത്ത് അക്കാലം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുത്ത്. നിൻ പ്ലസ് കൾ നിങ്ങൾ. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദമേത്? ആതിഥേയൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരമാണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. നഞ്ച. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദമല്ലാത്തതേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തപസ്വി. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ദത്തം. ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം എഴുതുക. ദുർഗപദം. പ്രസ്താവം പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉമാണ് ശരി. പറച്ചിൽ യാത്ര. ആരംഭം പുറപ്പാട്. തെറ്റില്ലാത്ത പദങ്ങളുടെ കൂട്ടമേത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ് ശരി. സമ്രാട്ട് സായുജ്യം സാമ്യം. ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടുനിന്ന ആ ജീവിതം സമാപിച്ചു. ഈ വാക്യം ശരിയായി തിരുത്തി എഴുതുമ്പോൾ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. അതായത് 80 കൊല്ലം നീണ്ടുനിന്ന ആ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാപിച്ചു. ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടുനിന്ന ആ ജീവിതം സമാപിച്ചു.
ചില മലയാള പദങ്ങളും അവയുടെ പര്യായങ്ങളും താഴെ നൽകുന്നു. ശരിയായവ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3, 4 ഉത്തരം. 2, 3, 4. അതായത് കുങ്കുമം, രോഹിതം, പിശുനം, കുട, ഛത്രം, ആദപത്രം, കപ്പൽ, ഉരു, യാനപാത്രം ആണ് ശരിയായ ഉത്തരം. ഒറ്റപ്പദമാക്കിയതിൽ ശരിയല്ലാത്തത് ഏതല്ല? ഇവിടെ ഉത്തരം ബി ആണ്. എല്ലാം ശരിയാണ്. ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം, ശിഥിലമായത് ശൈഥില്യം, തിലത്തിൽ നിന്നുള്ളത് തൈലം, വരത്തെ ദാനം ചെയ്യുന്നവൾ വരദ. താഴെയുള്ള പരിഭാഷയിൽ തെറ്റായിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയായ ഉത്തരങ്ങളാണ്. കോൾ അപ്പോൺ ക്ഷണിക്കുക, കം ഔട്ട് അഗെയിൻസ്റ്റ് പരസ്യമായി എതിർക്കുക, ഗെറ്റ് എലോങ് വിത്ത് മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക. താഴെ പറയുന്ന പട്ടികയിൽ ശരിയായ വിപരീത പദങ്ങളുടെ ജോഡികൾ ഏതെല്ലാം? താഴെ പറയുന്ന പട്ടികയിൽ ശരിയായ വിപരീത പദങ്ങളുടെ ജോഡികൾ ഏതെല്ലാം? ഇവിടെ ഉത്തരം സി ആണ്. 2, 3, 4 ശരി. 2, 3, 4 ശരിയാണ്. ത്യാജ്യം, ഗ്രാഹ്യം, താപം, ദോഷം, വിവൃതം, സംവൃതം. താഴെ പറയുന്ന ശൈലികളിൽ അർത്ഥവുമായി യോജിക്കുന്നവ ഏതെല്ലാം? മർക്കടമുഷ്ടി, ഷാഢ്യം, നളപാകം, ഒരു കുറവുമില്ലാത്തത്, കാപ്പ് കെട്ടുക, ഒരുങ്ങുക, ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഇവിടെ ഉത്തരം ഡി ആണ്. എല്ലാം യോജിക്കുന്നവയാണ്. അടുത്ത ചോദ്യം. സ്വാമികൾ എന്നത് പൂജക ബഹുവചനമാണെങ്കിൽ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ് യോജിക്കുന്നത്? ഒന്നിലേറെ ആളുകളെ കാണിക്കുന്നു, ബഹുത്വത്തെ കാണിക്കുന്നില്ല, പൂജകത്വം സൂചിപ്പിക്കുന്ന ഏകവചനമാണ്, ബഹുവചനമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 ശരി. ബഹുത്വത്തെ കാണിക്കുന്നില്ല, പൂജകത്വം സൂചിപ്പിക്കുന്ന ഏകവചനമാണ്. മഹത് പ്ലസ് ചരിതം ചേർത്തെഴുതുമ്പോൾ ശരിയായി വരുന്നത് ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മഹച്ചരിതം. ചേർത്തെഴുതുമ്പോൾ കൂട്ടത്തിൽ വ്യത്യസ്തമായി വരുന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് ശരി. കരി പ്ലസ് പുലി. സമുദ്രം എന്നർത്ഥം വരുന്ന പദം ഏത്? അബ്ദി ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി ആണ്. ആഴ്ചപ്പതിപ്പ്. വിപരീത പദം ഏത്? ശാന്തം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉഗ്രം. നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കുളം കോരുക. ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏത്? ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. സ്വർണം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹരിണം. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ച് ആർഷം. പിരിച്ചെഴുതുക. വെഞ്ചാമരം, വെൺ പ്ലസ് ചാമരം. ഇവിടെ വലയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? അങ്കുശമാണ് ഉത്തരം. അങ്കുശം. അടുത്ത ചോദ്യം. ശരിയായ വാക്യം കണ്ടെത്തുക. 3 പുസ്തകങ്ങൾ അയാൾ എഴുതി. അയാൾ 3 പുസ്തകം എഴുതി. അയാൾ പുസ്തകങ്ങൾ 3 എഴുതി.
പുസ്തകങ്ങൾ 3 അയാൾ എഴുതി. ഇവിടെ ഉത്തരം ബി ആണ്. അയാൾ 3 പുസ്തകം എഴുതി.